നമ്മളിപ്പോൾ നിൽക്കുന്നത് യമനിൽ തൂക്കുകയർ ശിക്ഷ വിധിക്കപ്പെട്ട നിമിഷപ്രിയ എന്ന ഒരു വീട്ടമ്മയുടെ വീട്ടിലാണ്. വീടെന്ന് പറയുമ്പോൾ ഈ ഒറ്റമുറി വാടക വീടാണ് കേട്ടോ. ഒറ്റമുറിയേ ഉള്ളൂ. ആ വാടക വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് നിമിഷപ്രിയയുടെ ഭർത്താവ്, പേര് ടോമി. സത്യത്തിൽ ആ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട നിരവധി കഥകൾ കേൾക്കുന്നുണ്ട്. അതായത് നിമിഷപ്രിയയുടെ കാമുകനാണ് മരണപ്പെട്ടു പോയ അല്ല കൊല്ലപ്പെട്ട അയാള്. അതോടൊപ്പം തന്നെ അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, പ്രണയത്തിലായിരുന്നു, വിവാഹം കഴിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നു. യഥാർത്ഥത്തിൽ താങ്കൾക്ക് അറിയാവുന്ന എന്താണ്? ഞങ്ങൾക്കറിയാവുന്ന കാര്യം എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ചാനലിൽ വന്ന ഒരു കഥകളെ പറ്റി നമുക്കൊക്കെ കേട്ട് നമുക്കത് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കിയ ഒരു സംഭവം അല്ലാതെ വേറെ ഇതുണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ കല്യാണം കഴിച്ച് ജർമ്മനിയിൽ പോയി. എത്രയില കല്യാണം കഴിയും നിങ്ങളെ? അത് 2011. 2011 ഞങ്ങൾ 2012 പോയി. കുറച്ച് ആളുകൾ കുഞ്ഞുണ്ടായി. ചേട്ടനും പോയി കൂടെ? തീർച്ചയായിട്ടും. കൊച്ചൊക്കെ അവിടെ ഉണ്ടായതാണ്. ശരി. ഞങ്ങൾ അതിന് ശേഷം 2014 തിരിച്ചു വന്നു. എല്ലാവരും തിരിച്ചു പോയിരുന്നു? അല്ലല്ല, ഞാനും കൊച്ചു മാത്രമേ. ഭാര്യ അവിടെ നിന്നല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ 2015 ഫസ്റ്റ് ടൈം തന്നെ വൈഫ് നാട്ടിലേക്ക് വരുന്നു. പിന്നെ ഞങ്ങളൊരു തീരുമാനപ്പെടുത്തി ഞങ്ങൾക്കൊരു ഹോസ്പിറ്റൽ തുടങ്ങാറുണ്ട്. അങ്ങനെ ഞങ്ങളൊരു ഹോസ്പിറ്റലൊക്കെ തുടങ്ങിയിരുന്നു. തുടങ്ങാൻ വേണ്ടി ഹോസ്പിറ്റൽ തുടങ്ങാൻ പൈസ എവിടുന്നാണ്? പൈസ ഞങ്ങൾ ഒരു 5-8 പേരോടായിട്ട് 6-7 പേരോടായിട്ട് പൈസ കടം വാങ്ങി വാങ്ങിച്ച് തുടങ്ങിയതാണോ? തീർച്ചയായിട്ടും. എത്ര രൂപ വാങ്ങിച്ചായിരുന്നു? അതിപ്പോ ഏകദേശം എല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞ് ഇത്ര വർഷമായിട്ട് 2015 മേടിച്ചല്ലേ. അങ്ങനെ ഒരു ഇവിടെ തന്നെ ഉണ്ട് ഒരു എമൗണ്ട്. അവരുടെ വൈഫിന്റെ എല്ലാം കൂടെ കൂടി 75 രൂപ വരും. കാരണം അവിടെ നിന്ന് കുറെ കടം വാങ്ങിയിട്ടായിരുന്നു. എല്ലാം കൂടെ ഒരു 75 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ വാങ്ങാൻ വേണ്ടി നിങ്ങൾ സ്വരൂപിച്ചു? അതെ, തുടങ്ങാൻ പറ്റും. എന്നിട്ട് അതിനുശേഷം അതിനോട് കുറച്ച് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ് നാട്ടിലേക്ക് വന്നിട്ട് അന്ന് ചേട്ടൻ തിരിച്ച് അവിടെ ഉണ്ടായിരുന്നു? ഇല്ല, ഇവിടെ വന്നതിന് ശേഷമാണ് യുവ കാര്യത്തിന്റെ തീരുമാനമൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഒന്നിച്ച് പോകാനിരുന്നു. അപ്പം 2015 വൈഫ് കൂടെ വന്നിട്ട് 1 മാസം കഴിഞ്ഞ് ഞാനും കൊച്ചും വൈഫും കൂടെ അങ്ങോട്ട് പോകുന്നു. ആ സമയത്ത് ഞങ്ങൾ പൈസ എല്ലാം റെഡിയാക്കി വെക്കുവാണ്. പക്ഷെ അതിനുള്ളിൽ കുറച്ച് പൈസ ഡിലേ വന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞ പൈസ റെഡിയാക്കാൻ വേണ്ടി അങ്ങനെ വൈഫും ഒക്കെ മുന്നോട്ട് പോയി. ഞാനും കൊച്ചും കൂടെ പിന്നെ ഈ പൈസ റെഡിയാക്കിയപ്പോൾ ഒന്നിച്ച് പോകാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ. എന്നിട്ട് അത് ആ സമയത്ത് ഞാൻ ലാസ്റ്റത്തെ പൈസ കൂടെ അയച്ചു കൊടുത്തു കഴിഞ്ഞ സമയത്ത് ഈ ഫണ്ട് നിങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുത്തോ? കുറെ ഞങ്ങൾ ലാസ്റ്റത്തെ പൈസ മാത്രം അയച്ചു കൊടുത്തിട്ട് ബാക്കിയെല്ലാം കൊണ്ടുപോവുകയാണ് ചെയ്തത്. വേറെ ഇതിൽ വഴിക്കോടെ ഞങ്ങൾ അയച്ചു കൊടുത്തതും കൊണ്ടുപോയതുമായിട്ട് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ ആ പൈസ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ലാസ്റ്റത്തെ പൈസ അയച്ചു കൊടുത്തതിന് ശേഷമാണ് പറയണത് അവിടെ യുദ്ധം തുടങ്ങി. ആ അയച്ചു കൊടുത്ത ദിവസം വിളിച്ചു പറഞ്ഞതും തലേ ദിവസം യുദ്ധം അവിടെ തുടങ്ങി. 2015 മാർച്ച് 10 കഴിഞ്ഞു. അപ്പം ആ ഒരു സമയം ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ എങ്ങനെയാലും വിസ എടുക്കാൻ ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റൽ തുടങ്ങുന്ന കാരണം അല്ലെങ്കിൽ വൈഫ് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യും, ഞാൻ വേറെ എന്തെങ്കിലും. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളൊരു വെറും സാധാരണക്കാരാണ്. തീർച്ചയായിട്ടും. ചേട്ടൻ ഓട്ടോ ഓടിക്കുന്ന ഒരാള്. അതിപ്പോ മുമ്പ് പുറത്ത് പോയിട്ട് വന്നല്ലേ. അങ്ങനെ 2 പേര് വലിയൊരു ഹോസ്പിറ്റൽ പ്രോജക്ട് തുടങ്ങാനുള്ള പിന്നിലുള്ള ഒരു കാര്യം എന്തായിരുന്നു? അത് വലിയ ഹോസ്പിറ്റലൊന്നുമല്ല, ഒരു മീഡിയം ഉണ്ടല്ലോ യമൻ എന്ന് പറഞ്ഞ രാജ്യത്ത് അത് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അത് അതിൽ വിജയിക്കുന്നത് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അങ്ങനെയാണ് ഇത്ര 75 ലക്ഷം രൂപയും കടം മേടിച്ചത്. അതെ. എന്നിട്ട് ഹോസ്പിറ്റൽ തുടങ്ങി. തുടങ്ങാൻ ഒരു കാരണമുണ്ടല്ലോ, കാര്യം നിങ്ങളെ പേരിൽ തുടങ്ങാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു? ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ പരിചയമുള്ള ഒരു മരിച്ചുപോയി തലാൽ എന്ന് പറഞ്ഞ വ്യക്തി ഞങ്ങൾക്ക് പരിചയപ്പെട്ട ആളാണ്. അത് കൊല്ലപ്പെട്ട ആൾ? കൊല്ലപ്പെട്ട ആൾ. പേരെന്താണ്? തലാൽ അബ്ദുൽ മഫ്തി. അത് വൈഫിന്റെ കൂട്ടുകാരനായിരുന്നു? അല്ല, ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് വരുന്ന ഒരാളാണെന്ന് മാത്രമേ. അയാളും തലാലും ഭാര്യയും പിള്ളേരും, ചേട്ടനും ഭാര്യയും. ഈ തലാലിന് വേറെ ഭാര്യ മക്കളൊക്കെ ഉണ്ട്? 2 പിള്ളേരും. എന്നിട്ട് അപ്പം ഇവര് നമുക്ക് പല സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് വരുമ്പോൾ നമുക്ക് അറിയാലോ ഒരാളുടെ വീട്ടിലെ സ്വഭാവമൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് ലൈസൻസ് അവിടെ കിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ ഈ മറ്റേ അറബികളായ ആൾക്കാർക്ക് അങ്ങനെ റിക്വസ്റ്റ് ചെയ്തു. നിങ്ങൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു? തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹമുണ്ട്, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടില്ല, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞ പൈസ മുഴുവൻ നമ്മൾ എടുക്കില്ല, പക്ഷെ അവരെ വലിയ ലൈസൻസ് അവരെ വലിയെടുത്താൽ മതി. അത് നല്ലൊരു മനുഷ്യനായിട്ട് നമ്മൾ കണ്ടിരുന്നതാണ്. തീർച്ചയായിട്ടും. അപ്പം ആ ഒരു വ്യക്തിപരമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇവിടെ വന്ന് എന്റെ കൂടെയൊക്കെ നടന്നല്ലേ. ഇവിടെ നാട്ടിൽ തന്നെ 1 മാസം എന്റെ കൂടെ. കൊല്ലപ്പെട്ട ആള് ചേട്ടൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇവിടെ ഈ വീട്ടിൽ വന്നിട്ടുണ്ടോ? ഈ വീട്ടിലല്ല, ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്നോടൊപ്പം എത്ര നാൾ ഒരുമിച്ചുണ്ടായിരുന്നു? ഞങ്ങൾ 2015 മാർച്ച് 11 മുതൽ ഫെബ്രുവരി 9 തീയതി. ശരി. നിങ്ങളുടെ സുഹൃത്തുക്കളായിരുന്നല്ലേ ഈ കൊല്ലപ്പെട്ട? അറിയുന്നവരാണ്. പിന്നെ വൈഫിനാണ് കൂടുതൽ ഈ മറ്റേ ഹോസ്പിറ്റലായിട്ട് ബന്ധമുള്ളവരുടെ ബന്ധം. അവര് ഈ പിള്ളേരെയൊക്കെ ട്രീറ്റ്മെന്റ് എപ്പോഴും വരുന്നതാണ്. അപ്പം അവര് ഫാമിലിയിലെ ചേട്ടനും ഇവനും ഭാര്യയും പിള്ളേരും, ചേട്ടനും ഭാര്യയും പിള്ളേരൊക്കെ അവിടെ എപ്പോഴും വരുന്നതാണ്. അപ്പൊ ആ ഒരു ബന്ധത്തിന്റെ പേരിൽ ഇവരോട് പറഞ്ഞപ്പോൾ
നിങ്ങൾ നന്നായി കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇതിനിങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുക. അപ്പൊ അതിൽ ഞങ്ങൾ ഉറപ്പിച്ചതിന് ശേഷമാണ് പിന്നെ ബാക്കി കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ പൈസയുടെ കാര്യങ്ങളില്ല കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്. അപ്പൊ ഇവർക്ക് കേരളം ഒന്ന് ചുറ്റി കറങ്ങി കാണുന്ന ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ അവിടെ ജോലി ചെയ്യുമല്ലോ, നമ്മളൊരു സ്ഥാപനം തുടങ്ങുമല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ ലൈസൻസ് എടുത്ത് തരുന്ന ഒരാൾക്ക് ഇങ്ങനെ നാട് ചുറ്റിക്കന്ന് കാണുമെന്ന് പറയുമ്പോൾ അത് നമ്മൾ വേണ്ട എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. കാരണം നമുക്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന പോലെ അല്ലല്ലോ സ്ഥാപനം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ശരിയെന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ചെലവിലാണ്. അത് ശരി. അതെ, തീർച്ചയായിട്ടും പ്ലെയിൻ ടിക്കറ്റും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ മുടക്കിയാണ്. അവനും വേറെ ആരെങ്കിലും ഇല്ല, അവൻ മാത്രമേ ഉള്ളൂ. അവൻ വൈഫും ഒരു കൂട്ടുകാരും കൂടെ വന്നപ്പോൾ ഒന്നിച്ചിങ്ങ് പോകും. അപ്പൊ തിരിച്ചു പോണ സമയത്ത് ഇവര് ഒന്നിച്ച് അങ്ങോട്ട് പോകും. അല്ല, അവര് ഫാമിലി ആയിട്ടാണോ വന്നത്? അല്ലല്ല, ഇവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാൻ വേണ്ടി മാത്രമേ. പുള്ളി മാത്രമാണ് ഇന്ത്യയിലേക്ക് വന്നത്? ഇന്ത്യയിലേക്ക് വന്ന് അയാളുടെ വീട്ടിൽ നിന്നാണെങ്കിൽ തന്നെ ഉള്ളൂ ഇവിടെ വന്നത്. അതെ, പക്ഷെ അയാൾ തന്നെ കയറി വന്നതല്ല, എന്റെ ഭാര്യയുടെയും ഞങ്ങൾ എല്ലാവരും കൂടെ ഒപ്പമാണ് വന്നത്. കൂടെ വന്നത് ഞങ്ങളുടെ കൂടെയാണ് വന്നത്. എന്നിട്ട് ഒരു മാസം കൂടെ സ്പെൻഡ് ചെയ്തിട്ട് ആരൊക്കെ തിരിച്ചു പോയി? അത് പോയപ്പോ ഞാനും കൊച്ചു വെച്ചിട്ട് ബാക്കി 3 പേരും. അത് ശരി. എന്നിട്ട് അപ്പൊ അതിനുശേഷം അവിടെ പോയി അതിന്റെ കാര്യങ്ങൾ കുറെ ചെയ്തിട്ടാണ് പോന്നിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. കാരണം അതിനുശേഷം ഈ കൊച്ചിനെയും കൊണ്ട് അമ്മയുടെ കൂടെ വൈഫിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ കൊച്ചിനെ വെച്ചിട്ട് ദൂരെ സ്ഥലത്ത് പോയി ഹോസ്പിറ്റൽ സാധനങ്ങൾ വാങ്ങലും പിടിക്കലും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് പൈസയും ഞങ്ങൾക്ക് വന്നപ്പം അത് ക്ലിയർ ചെയ്തതിനു ശേഷം ഞങ്ങൾക്ക് ഒന്നിച്ച് പോകാന്ന് പറഞ്ഞിട്ടാണ്, കൊച്ചെന്റെ കൂടെ പോകാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. അപ്പൊ പൈസ ഒക്കെ റെഡിയാക്കി അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വിസ അയക്കാനുള്ള പൈസ കൂടെ കൂടുതൽ അഡീഷണൽ ഇട്ട് കൊടുത്തു. അതും കൂടെ കൂട്ടി ഇനി വിസ ഉടനെ അടിച്ചോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ യുദ്ധം വന്നെന്ന് പറഞ്ഞു. അപ്പൊ എപ്പോ പ്രത്യക്ഷത്തില് ചേട്ടൻ ഇവിടെ ചേട്ടന്റെ ഭാര്യയും മോള് ഇവിടെയുണ്ട്, ഞാനും മോളും ഇവിടെയുണ്ട്. ഭാര്യയും മറ്റേ സ്പോൺസറും ഒക്കെ അങ്ങ് പോയി അവരൊക്കെ പോയി അവിടെ കാര്യങ്ങൾ തുടങ്ങുവാണ്. ഞങ്ങൾ അതിന്റേക്കും പുറകെ ഞാനും കൊച്ചും കൂടെ അങ്ങോട്ട് പോകും. അപ്പൊ ഞങ്ങൾക്ക് ഒന്ന് ജീവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഞങ്ങൾ തുടങ്ങിയത്. അപ്പൊ അതിനുശേഷം ഞങ്ങൾക്ക് അവിടെ ഈ യുദ്ധം വന്നതിന് ശേഷം അങ്ങോട്ട് പോകാൻ പറ്റില്ല. എംബസി ഇല്ല, വിസ ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് കൊച്ചിന് പോകാൻ പറ്റിയില്ല. ആ കാരണം കൊണ്ട് കുറച്ച് നാൾ നീണ്ടു പോയി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ പറഞ്ഞ വൈഫ് കുറച്ച് നാളൊക്കെ സംസാരിക്കാൻ പിടിച്ചോ എല്ലാ കാര്യങ്ങളുണ്ടായിരുന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് കുറവായി കഴിഞ്ഞപ്പോൾ അതിനെ നമുക്ക് അന്വേഷിക്കാൻ അറിയുന്ന ആൾക്കാരെല്ലാം കയറി പോകുന്നു. ഇത് പിന്നീടാണ് നമുക്ക് എന്നെ 26 സിമ്മിൽ തന്നെ വിളിച്ചത്. ഒരു സെക്കൻഡ്, ഒരു നിമിഷം. അതായത് ഹോസ്പിറ്റൽ ഒന്ന് തുടങ്ങിയോ നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച്? പ്ലാൻ എടുത്തിട്ട് 2015 ഏപ്രിൽ മാസം ഹോസ്പിറ്റലിൽ തുടങ്ങി. എന്നിട്ട് നന്നായിട്ട് മുമ്പോട്ട് പോയോ? അത് അങ്ങനെ പോകുന്നൊന്നും അറിയിക്കാനുള്ള വഴിയില്ല, പൈസ ഇങ്ങോട്ട് തരുന്നില്ല. കാരണം ഇങ്ങോട്ട് പിന്നീട് വൈഫ് ഇങ്ങോട്ട് ചേട്ടനെ വിളിക്കാതെയായി അല്ലേ? വിളിക്കാറൊക്കെ ഉണ്ടെങ്കിലും പൂർണ്ണതയൊന്നുമില്ല. പിന്നീട് ഇപ്പം വിളിക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞ എല്ലാവരും. അതായത് ഹോസ്പിറ്റൽ റൺ ചെയ്ത് പൈസ ഉണ്ടായി തുടങ്ങിയപ്പോ ആ സ്പോൺസറുടെ സ്വഭാവം മാറി. തീർച്ചയായിട്ടും അതൊക്കെ മാറി. പിന്നീട് ഈ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ വിളിക്കാതെയായി. തീർച്ചയായും വിളിക്കാതായതല്ല, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ അതല്ല കഥ, വിളിപ്പിക്കാതിരുന്നു. പുള്ളി വിളിപ്പിക്കാതിരുന്നതാണ്. തീർച്ചയായിട്ടും. എന്തിനു വേണ്ടിയിട്ട്? അതായത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം യുദ്ധം വന്നു കഴിഞ്ഞപ്പോ എല്ലാവരും കയറിപ്പോയല്ലോ, എല്ലാ രാജ്യക്കാരും കയറിപ്പോയി. അതിന് അപ്പം ഞാനിപ്പോ അവിടെ ഇല്ലല്ലോ. അപ്പൊ ഈ ഹോസ്പിറ്റലും ഈ സാമ്പത്തികം എല്ലാം തട്ടിയെടുക്കാൻ വേണ്ടിട്ട്. അത് ശരി. ഈ സ്പോൺസറായ ഇയാൾക്ക് ഈ ഹോസ്പിറ്റലും സാമ്പത്തികം ഒക്കെ വേണമായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യ അയാളെ ലോക്ക് ചെയ്തു. തീർച്ചയായിട്ടും. എന്നിട്ട് അപ്പൊ അങ്ങനെ ഒരു സംഭവം വന്നുകൊണ്ടാണ് ഇങ്ങോട്ട് എന്നെ അധികം നേരം പിന്നെ ചോദിക്കുന്ന ഉത്തരം തരാനോ സാധിക്കാത്ത കുറച്ച് കാലഘട്ടങ്ങൾ വന്നിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ടൈമിൽ തന്നെ ഒരു 2 മാസം ഹോസ്പിറ്റലൊക്കെ തുടങ്ങി കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് 2-3 ദിവസമായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഫാർമസി സ്റ്റാഫ് ഉണ്ട്, ലാബ് സ്റ്റാഫ് ഉണ്ട്, അതുപോലെ തന്നെ നഴ്സുമാരുണ്ട്. അതിനകത്ത് ക്യാഷ് ഉണ്ടായിരുന്നു. ക്യാഷിലെടുത്ത് പൈസ എടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ പൈസ ഇല്ല, കുറച്ചേ ഉള്ളൂ. ബാക്കി എന്തിയെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് അവനെടുത്തെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ദുൽമദ്ദി എടുത്തു എന്ന് പറയുന്നു. അതെന്തിനാ അവനെന്തിനാ എന്റെ പണം എടുക്കണമെന്ന് വൈഫ് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു അതിനിപ്പോ എന്താണ് നിങ്ങൾ ഭാര്യയും ഭർത്താവ് എടുത്ത് നോക്കാൻ എന്നെ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവിടെ ഭാര്യയും ഭർത്താവ് എങ്ങനെ ഉണ്ടായി? അല്ല, ഇതാണോ തുടക്കം. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ വൈഫ് വന്നിടത്തേക്ക് എന്റെ ഭർത്താവും കൊച്ചും നാട്ടിലുണ്ട്, ഇവൻ എന്റെ ഭർത്താവ് അല്ലല്ലോ. അപ്പൊ എങ്ങനെയാന്ന് പറഞ്ഞപ്പോ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കമായി ബഹളമായി. ക്യാഷറുമായിട്ടല്ല, ഭാര്യയും ഈ തലാലുമായിട്ട്. അപ്പൊ അങ്ങനെ തർക്കവും ബഹളവും ഒക്കെ ആയിട്ട് കൊണ്ട് ഭാര്യ കൊണ്ടിട്ട് കേസ് കൊടുക്കും. കേസ് കൊടുത്തു? തീർച്ചയായിട്ടും. എങ്ങനെ കേസ് കൊടുത്തു? ഏത് രീതിയിലാണ്? എന്ന് പറഞ്ഞാൽ എന്റെ പണം വഴി എടുത്തിട്ട് പോകണോ, ഇവന് ഇതുപോലെ പറഞ്ഞൊന്നും പറ്റില്ല. മറ്റേ എന്റെ ഭാര്യ അതിന് തെളിവുണ്ടോ അങ്ങനെ കേസ് കൊടുത്തതിന്? എങ്ങനെ കേസ് കൊടുത്തതിന്? ഈ ഭാര്യ നിങ്ങൾ അവിടെ ഇവനിങ്ങനെ ചെയ്യുന്നു, എന്നെ ഉപദ്രവിക്കുന്നു, എന്റെ പൈസ അടിച്ചു മാറ്റുന്നു എന്നുള്ള കേസ് കൊടുത്തതിന് തെളിവല്ലോ? അത് വൈഫിന്റെ കയ്യിലുണ്ടാവും. എന്റെ വൈഫ് പറഞ്ഞറിവാണ്? പറഞ്ഞറിവുണ്ട്, വേറെ ആൾക്കാർ പറഞ്ഞറിവുണ്ട്. ശരി, എന്നിട്ട്? തീർച്ചയായിട്ടും. അപ്പം അതിനുശേഷം ഈ പൈസ എടുക്കുന്നതിനെ പറ്റി ചൊല്ലി പ്രശ്നമായി. പിന്നെ അവൻ പറയുന്നത് എന്റെ ഭാര്യയാണ്, അപ്പൊ പിന്നെ എന്നെ കുഴപ്പമെന്ന് അവൻ പറഞ്ഞു.
അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അവള് പറഞ്ഞ തർക്കം അല്ല എന്നാ പേര് അതിന് രേഖ കാണിക്കുന്നു. അങ്ങനെ ഈ രേഖ കാണിക്കാൻ പോലീസുകാരോട് പറഞ്ഞപ്പോ രേഖ കാണിക്കാൻ വേണ്ടിയിട്ടില്ല, എല്ലാം കഴിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കഥ പറഞ്ഞുകൊണ്ട് എല്ലാ രാജ്യക്കാരും കയറി പോയപ്പോ ഇന്ത്യക്കാരും പ്രത്യേകിച്ചും എല്ലാവരും പോയപ്പം ഇവള് സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാതെ വന്നപ്പോ ഇവനടുത്തൊരു ഇതാണ്. എന്താണ്? അതായത് ഈ ഇവിടെ കല്യാണം കഴിക്കുവാണെങ്കിൽ ഇതല്ല, കഴിക്കാതെ എന്തായാലും എടുക്കാൻ പറ്റില്ല, എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അതെ. അപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് ഇപ്പം മാക്സിമം ഇവരോട് ആ രീതിക്കാണ് നാട്ടുകാരോട് പോകാൻ പറയണത്, എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ഭാര്യ ആവില്ലല്ലോ. അത് ഇവിടെയാണ്, പക്ഷെ അവിടെ അങ്ങനെ പറഞ്ഞിട്ടാണ് പ്രശ്നം. ആരാ കാര്യത്തിനുള്ള, ആരാ സഹായത്തിനുള്ള? അങ്ങനെയാണെങ്കിൽ ഭാര്യ എന്റെ പേരിൽ എത്ര പ്രാവശ്യം കേസ് കൊടുത്തിട്ടുണ്ട്. ഈ മരിക്കുന്നതിന് മുമ്പ് 7 മാസം ജയിലിലായിരുന്നു, സെൻട്രൽ ജയിലിൽ തലയിലെ തലാൽ അബ്ദുൽ മബ്ദി. ആണോ? അതേത് കേസിലാണ്? അതും ഇതുപോലെ തന്നെ എല്ലായിടത്തും കേസ് കൊടുക്കുന്നു, ചെറിയ ലോക്കൽ ഏരിയയിൽ കേസ് കൊടുത്തിട്ടൊന്നും ശരിയാകാനിട്ട് വീണ്ടും വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, ഹോസ്പിറ്റൽ തുറപ്പിക്കില്ല, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് ഒരു ഭാര്യ അല്ലാതെ കേസ് കൊടുത്തു, സ്ട്രോങ് ആയിട്ട് കേസ് കൊടുത്തു. തീർച്ചയായിട്ടും നടക്കാത്തതിന്റെ പേരിൽ ഞങ്ങളിപ്പോ ജയിലിൽ കിടക്കുന്ന ഹനാൻ എന്ന് പറഞ്ഞ പെൺകുട്ടി ഞങ്ങളുടെ സ്റ്റാഫ് നേഴ്സായിരുന്നു. ആ നേഴ്സും എന്റെ വൈഫും കൂടിയാണ് എന്റെ തലസ്ഥാന തന്നെ കൊണ്ട് കേസ് കൊടുത്തത്. അതിലിപ്പം പിടിക്കപ്പെടുന്നു. അതെ, അത് അവിടെ പിടിക്കപ്പെട്ട് ജയിലിൽ തന്നെയായിരുന്നു. അപ്പം രേഖ വെച്ചപ്പോ കൊടുക്കാനില്ല. എങ്ങനെ? ഭാര്യ എന്നുള്ള രേഖ കൊടുക്കണമല്ലോ. അതെ അതെ. അപ്പൊ ഇവന്റെ രേഖയില്ല. ഇവന്റെ രേഖയില്ലെന്ന് പറഞ്ഞു പിന്നെ അവൻ നിവൃത്തിയില്ല വന്നപ്പോ രേഖ ഉണ്ടാക്കി. അത് എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? മുഹമ്മദിന്റെ മകളായ നിമിഷപ്രിയയും. അതായത് അവൻ രേഖ ഉണ്ടാക്കിയോ? ആ കള്ള സർട്ടിഫിക്കറ്റ് ഓർമ്മ ഉണ്ടാക്കി. അതിപ്പോ എന്റെ ഇരിപ്പുണ്ട്. മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. തീർച്ചയായിട്ടും. കാരണം ജയിലിൽ കിടക്കുന്ന സമയത്ത് രേഖ കൊടുക്കാൻ കല്യാണം കഴിച്ചെങ്കിൽ എന്നാ രേഖ കാണിക്കുന്ന വൈകി ചോദിച്ചിട്ടുണ്ട്. അത് കല്യാണം കഴിച്ചാലേ രേഖയുള്ളൂ. അതെ. അതില്ലാത്തതിന്റെ പേരിൽ അവൻ നിവൃത്തിയില്ലാത്ത വേറെ ആരും വ്യാജരേഖ അവൻ ഉണ്ടാക്കി. തീർച്ചയായിട്ടും. അവന്റെ ഭാര്യയാണെന്ന നിലയിൽ. തീർച്ചയായിട്ടും. അതൊന്നും കോടതി അംഗീകരിച്ചു. അവിടുത്തെ കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ഭാര്യയല്ല. അല്ല, അതിവിടെ ഞാൻ പലരുടെയും കാണിച്ചിട്ടുണ്ട്. ആളാണ് അത് വ്യാജമാണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും. ബാക്കി തന്നെ മുഹമ്മദിന്റെ മകളാകുന്നു എന്റെ ഭാര്യ, അവിടുത്തെ ഹർബിയുടെ മകളാകുന്നു. ശരി. എന്നിട്ട് അപ്പൊ അങ്ങനെ ഇവര് തമ്മില് ക്ലാഷ് ആയി അവിടെ. തീർച്ചയായിട്ടും. ജയിലിൽ നിന്ന് ഇറങ്ങി. അത് ലാസ്റ്റ് ടൈമില്. ഫസ്റ്റ് ടൈമിലൊക്കെ അടുത്തടുത്ത ഹോസ്പിറ്റൽ നമ്മള് 3000 കൊടുക്കുന്നത് തന്നെ ലാസ്റ്റ് തിരുവനന്തപുരത്ത് കൊണ്ട് കൊടുക്കുന്നത് മാറ്റി അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി. അതിനുശേഷമാണ് ഈ ഹനാൻ എന്ന് പറഞ്ഞ പെൺകൊച്ചും എന്റെ ഭാര്യയും കൂടെ കൂടിയാണ് ലാസ്റ്റ് കൊണ്ട് കേസ് കൊടുക്കുന്നത്. അവിടെ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് കേസ് കൊടുത്തിട്ട് ഉള്ളിൽ പിടിച്ചിട്ടു 7 മാസം ജയിലായിരുന്നു. അതിനുശേഷമൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും അതിനുശേഷം ജയിലിൽ കിടന്ന സമയത്തൊക്കെ ചേട്ടനെ വിളിക്കുമായിരുന്നു. തീർച്ചയായിട്ടും വിളിക്കുമായിരുന്നു. ഞങ്ങൾ ജയിലിലായതിനു ശേഷം ഞങ്ങൾ വിളിക്കാറുണ്ട്. ഞങ്ങൾ ജനുവരി 2017 ജനുവരി മുതൽ ഈ മരിക്കുന്നതിന് 10 ദിവസം വരെ ഞങ്ങൾ വിളിക്കാറുണ്ട്. ഉറപ്പാണോ? 100%. തെളിവൊന്നും കാണിക്കാമോ? അത് ഈ ഫോണിന്റെ മറ്റേ പെൻഡ്രൈവ് ആണോ? എന്നിട്ട് ഞങ്ങളെ വിളിച്ചു. അത് കേട്ട ആൾക്കാരുണ്ട്, അറിഞ്ഞ ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പൊ ഞങ്ങള് വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ എന്റെ പോരായ്മ പറഞ്ഞു, ഈ കല്യാണം കഴിച്ചും പറഞ്ഞ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയവൻ ആൾക്കാരെ കാണിച്ച് ചീറ്റ് ചെയ്തു, അത് തിരുത്തി തരണം, ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പോയി തിരുത്തി തരണം, അതിന്റെ പണം വണ്ടി കൊണ്ടുപോയി. അതെ, അത് മെഡിസിൻ മേടിക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയ പോക്കിന് ആൾ വിറ്റു. അപ്പൊ തിരിച്ചു വന്നപ്പോ വൈഫ് ചോദിച്ചു എന്റെ വണ്ടി എന്തെങ്കിലും ചോദിച്ചു. അപ്പൊ വണ്ടി എന്തെങ്കിലും ചോദിച്ചു പറഞ്ഞു വണ്ടി മറ്റേ വർക്ക്ഷോപ്പിലാന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസമൊക്കെ ആയിരുന്നു. വൈഫിന്റെ ഡൗട്ട് വന്നപ്പോ വൈഫ് കൊണ്ട് അത് കേസ് കൊടുത്തു. അതിനും കേസ് കൊടുത്തു കഴിഞ്ഞപ്പോ വണ്ടി എവിടെയാന്നൊക്കെ കണ്ടുപിടിച്ചു. അത് പാതി വിലക്ക് വിറ്റു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് തിരിച്ചൊന്നും കിട്ടില്ല. പക്ഷെ അത് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇവൻ പലയിടത്തും ഇവന്റെ ഇഷ്ടത്തിന് ഇവിടെ നിൽക്കാത്തതിന്റെ പേരിൽ പല സ്ഥലത്തും മറ്റേ പലരോടും പൈസ മേടിക്കും. ഇപ്പം മേടിക്കും പുറത്തുനിന്ന് മേടിച്ചിട്ട് മെഡിസിൻ സെയിൽ ചെയ്യാനെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് ഇവൻ മുങ്ങും പൈസ കൊണ്ട്. അത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ അത് കഴിഞ്ഞ ശേഷം പിന്നെ പൈസയുടെ കാര്യം പറഞ്ഞു തരുമ്പോൾ അത് എന്റെ ഭാര്യ, ഞങ്ങളുടെ എന്റെ ഭാര്യയുടെ പൈസ മേടിച്ചാൽ അങ്ങനെ പറഞ്ഞിട്ട് അവിടെയും പ്രശ്നമുണ്ടായി. പിന്നെ മെഡിസിൻ മേടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന പൈസ മുഴുവനും ഫസ്റ്റ് ടൈമിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് എല്ലാം പോക്കറ്റിലേക്ക് പോവാം. അപ്പൊ 1, 2, 3 പല തവണയായി വീട്ടിൽ എമൗണ്ട് ആയിപ്പോയി അവര് കടന്നു വിളിച്ച് ഭയങ്കര പ്രശ്നം. അപ്പൊ ഞാൻ ഇവിടുന്ന് ചോദിക്കുന്ന സമയത്ത് സംസാരിക്കാൻ കിട്ടിയ അവസരത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു പൈസ തരാം. കാരണം കടം വാങ്ങിയ പൈസ കൊടുക്കണം. ആളുകൾ ചോദിച്ചു തുടങ്ങിയില്ല. തീർച്ചയായിട്ടും സമയം വൈകിക്കേണ്ടില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. സമയത്ത് കൊടുക്കണമല്ലോ ജഡ്ജിന്റെ ഇവരോട് പറയുമ്പോൾ തരാന്ന് പറഞ്ഞ് പറയാറുണ്ടായിരുന്നു. ഉണ്ടാകാത്ത ഒരു പ്രശ്നം തീർച്ചയായിട്ടും അടുത്ത പ്രശ്നം വരും അവിടെ. അതുകൊണ്ടാണ്. അപ്പൊ അത് ഞങ്ങൾ വേറെ ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട് അതിനെപ്പറ്റിയൊക്കെ നേരിട്ട് തന്നെ. അപ്പൊ നമ്മൾ വീണ്ടും പറഞ്ഞു ഈ പറ്റിക്കുന്ന പറഞ്ഞു. പക്ഷെ അതിന്റെ യഥാർത്ഥ കാരണം കഴിഞ്ഞാൽ ഈ നാട്ടിലേക്ക് സംസാരിക്കാനോ ഒന്നും ഇതിന് അവസരം കൊടുക്കില്ല. എന്ന് പറഞ്ഞാൽ ഫോൺ കൂടെ നടക്കും ഏത് നേരവും. അതുപോലെ ഫോൺ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇറങ്ങി പിടിച്ചോളി സിം ഇല്ല. അതാണ് 26 സിമ്മേന്ന് വിളിക്കുന്നത്. 26 സിമ്മേന്ന് വിളിച്ചതിന്റെ രേഖ ഞാൻ ക്രൈം ബ്രാഞ്ചിന് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അത് അന്ന് ഫസ്റ്റ് ടൈമില്ല. അത് ഇങ്ങനെ പറഞ്ഞിട്ടല്ലായിരുന്നു. അന്ന് എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് അറിയാതെ വന്നപ്പോൾ അത് കൊടുത്തിരുന്നു. പക്ഷെ ഇന്നും അതിന്റെ രേഖ നമ്മുടെ ഉണ്ട്. അതിന്റെ കാരണം അവസാനം 2017 പിടികിട്ടുന്നത്. ഇവൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുമായിരുന്നു. പിന്നെ പ്രാവശ്യം എന്തോ കള്ളത്തരം പറഞ്ഞിട്ട് അങ്ങനെ പറയണം എന്ന് പറഞ്ഞപ്പോൾ അവളുള്ളത് തുറന്നു പറഞ്ഞു. എന്താണ് പറഞ്ഞത്? മെഡിസിൻ മേടിക്കാൻ വേണ്ടി പൈസ വെറുതെ മേടിച്ചോണ്ട് പോയി.
ഇവ മേടിച്ചെടുക്കും. അത് കഴിയുമ്പം അവർ വന്ന് ചോദിക്കും, പറഞ്ഞാലും മെഡിസിൻ മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അത് പറഞ്ഞ് ഇവിടെ പോയിട്ട് മേടിച്ച് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിന് ദേഷ്യം വന്നിട്ട് ഇവന്റെ അതേ ഒരു കത്തി ഉണ്ട് അവിടെ. ആ കത്തി ഇതിലുള്ള കയ്യിൽ മുറിച്ചിട്ട് അപ്പൊ 9 സ്റ്റിച്ച് ഉള്ളിൽ 12 സ്റ്റിച്ച് പുറത്തുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി കണ്ടതാ. ഇനി നാട്ടിൽ വരുമ്പോൾ കാണാം. ഞാനതല്ല ചോദിച്ചത്, ഈ ഏത് ടൈമിലാണ് ഇവര് തമ്മിൽ അടിയാവുന്നത്? ഈ ടൈമിലാണോ? അല്ല, ഒരു 2015 ഇവിടെ ചെന്ന് കഴിഞ്ഞ ഒരു കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ബഹളമായി. ഒരു 2-3 ദിവസം കഴിഞ്ഞു. അല്ല, എനിക്ക് കറക്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാത്ത ഒരു കാര്യം, ഇവൻ ജയിലിൽ പോയി 7 മാസം ജയിലിൽ കിടന്നു, അതിനുശേഷമുള്ള കാര്യം പറഞ്ഞില്ല. അതിനുശേഷം വരണം. അതിനുശേഷം അല്ല, ഈ ജയിലിൽ കിടക്കുന്നതിന് മുമ്പാണ് കൈയൊക്കെ മുറിച്ചത്? അതെ, തീർച്ചയായിട്ടും. ഭാര്യയുടെ കൈ ഇവ മുറിച്ചോ? ഭാര്യയുടെ കൈ എന്റെ ഭാര്യയുടെ കൈ ഇവ മുറിച്ചു. അതിന് കേസില്ല? അതൊക്കെ കേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. 5-8 പ്രാവശ്യം, 6 പ്രാവശ്യം അല്ല 4 പ്രാവശ്യം കേസ് വൈഫ് തന്നെ കൊടുത്തിട്ടുണ്ട്. വേറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്, വേറെ ആൾക്കാർക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. അത് ശരി എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. എന്റെ രേഖ ഓൾറെഡി എന്റെ ഇല്ല. അത് സംഭവമാണ്. അത് ഓൾറെഡി എന്തായാലും അവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പം ഇതിനകത്ത് ഇരിക്കുന്ന ഈ കള്ള സർട്ടിഫിക്കറ്റ് വായിച്ചുകൊണ്ട് ഇപ്പം എല്ലാവരും കൊണ്ട് കാണിക്കും, കോടതിയിലോ അല്ലെങ്കിൽ മറ്റേ പോലീസുകാരുടെ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗദിയോ ഖത്തറോ അബുദാബി അങ്ങനെയുള്ള സ്ഥലം പോലത്തെ ഒരു ക്വാളിറ്റി ഏരിയ ഒന്നും അല്ല അവിടെ. അവിടെ അല്ല, ഒന്നുമല്ല. അവിടെ എല്ലാം നാടൻ സ്റ്റൈലിലുള്ള ഒരു പരിപാടിയാണ് അവിടെ. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. അത് പോയിട്ടുള്ളവർക്കും അറിയാം, ഇപ്പൊ അവിടെ ഉള്ളവർക്കും അറിയാം അവിടുത്തെ രീതികൾ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ എന്താ പറയാ, നമ്മൾ ഇന്ത്യക്കാരാണ്, അവര് ആ രാജ്യക്കാരാണെന്നുള്ള പരിഗണനയില്ല. എല്ലായിടത്തും എവിടെയൊക്കെ പോയാലും നീതി ലഭിച്ചില്ല അവർക്ക്. അത് ഇവിടെ പല സമയത്തിനോട് പറഞ്ഞിട്ടുണ്ട്. എവിടെയെല്ലാം പോകാൻ പറ്റുമോ, ഈ പരാതികളോ അവരാതികളുണ്ടോ, ഇതെല്ലാം നമ്മളോട് പറഞ്ഞിട്ട് പോലും ഷെയ്ഖുമാരെ കണ്ട് സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ പോലീസുകാരുടെ അതൊക്കെ ആണെങ്കിലും അവരവിടെ കാര്യങ്ങളൊക്കെ കാണും, ആ നാട്ടുകാരൊക്കെ. അതുകൊണ്ട് നീതി ലഭിച്ചില്ല എന്നത് പല സമയത്തിനോട് പറയുമായിരുന്നു. അപ്പൊ ശരി, ഞാൻ ചോദിക്കുന്നത്, പിന്നീട് കേസ് സുപ്രീം കോടതി കൊടുത്തു, പുള്ളിയെ ശിക്ഷിച്ചു. അല്ല, ഇതിപ്പം ജയിലിൽ നിന്ന് അതിനുശേഷം പിന്നെ 7 മാസം കിടന്നതിന് ശേഷം പിന്നെ ജയിലിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഈ ഒരു അപകടം, അതായത് ഒരു മരണം സംഭവിക്കുന്നത്. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള കാര്യം. ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ഞാൻ അറിഞ്ഞേക്കുന്നത്, അതായത് എന്റെ കാഴ്ചപ്പാടിലും 10 ദിവസമായിട്ട് വൈദ്യുതി വിളിച്ചാൽ കിട്ടില്ലായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയം കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 10 ദിവസമല്ല, ഒരാഴ്ച. അപ്പൊ അതിനുശേഷം പിന്നീടാണ് അറിയണത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പിന്നെ നമ്മൾ പിന്നീട് അറിയണേ. അതിന്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതിനുശേഷം വൈഫിന്റെ ഈ ന്യൂസിൽ വിവരങ്ങൾ വന്നപ്പോഴാണ് നമ്മുടെ ഈ കാര്യങ്ങൾ അറിയുന്നത്. പക്ഷെ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ന്യൂസിനകത്ത് പറഞ്ഞിരുന്ന എല്ലാവരും പറഞ്ഞിരുന്നത്, ന്യൂസ് ഏത് മാധ്യമങ്ങളിൽ നോക്കിയാലും എല്ലാം പറഞ്ഞിരിക്കുന്നത് മലയാളി നൈറ്റ് ബിഷപ്രിയ യമൻ പൗരനായി ഭർത്താവിനെ വിട്ടു നിർത്തി 110 കഷ്ണങ്ങളാക്കി 150, 170 അങ്ങനെ ഞാൻ പലതും. അതിലേക്ക് നമുക്ക് വരാം. ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള കാര്യം ബാക്കി പറയാമോ? കാര്യം എന്തായാലും പുള്ളിക്ക് ദേഷ്യം കാണും. 7 മാസം ജയിലിൽ കിടന്നതിന്റെ ദേഷ്യം എന്തായാലും താങ്കളുടെ ഭാര്യയോട് കാണും. അതിനുശേഷം എന്ത് സംഭവം? അല്ല, തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇവര് ഈ തലാൽ എന്ന് പറഞ്ഞ വ്യക്തി ജയിലിൽ നിന്ന് വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാം. ജയിലിൽ നിന്ന് വന്നതിന് ശേഷം വൈഫിന്റെ അടുത്ത് ഇവന് ഈ കിഡ്നിക്കോ അങ്ങനത്തെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇവനിക്കുണ്ട്. അപ്പൊ അവന്റെ മെഡിസിൻ കഴിക്കുന്നു, കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇവൻ എന്തായാലും രോഗിത്തൂരിനെ ആയിരിക്കുമല്ലോ വരുവാ. ഒരു കേസ് ജയിലടച്ച ഒരാളുടെ അടുത്തേക്ക് വീണ്ടും വരുമ്പോ ദേഷ്യത്തോടെ ആയിരിക്കാൻ പറ്റില്ല. ഒരു പ്രാവശ്യം വന്നപ്പോൾ നൈറ്റ് വേറെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് ഒരു പെണ്ണും വന്നെന്നാണ് എന്നോട് പറഞ്ഞു കേട്ടേക്കണേ. അപ്പം അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഈ ഡെലിവറി ടൈമിലേക്ക് ആയിട്ടാ പറഞ്ഞത്. നൈറ്റ് ഡെലിവറി മാത്രം, നോർമൽ ഡെലിവറി മാത്രം നോക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള അത് കഴിഞ്ഞിട്ട് അടയ്ക്കുന്ന സമയം 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്. അപ്പൊ അതുകൊണ്ട് വന്നപ്പോ ആ സമയത്ത് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്ന് പെട്ടെന്ന് എടുത്തു വന്നപ്പോഴത്തേക്ക് ആള് ഇത് ഇവനായിരുന്നു. ഇവൻ എന്റെ അടുത്തേക്ക് വേഗം കയറി മറ്റേ ഒച്ച പൊള്ളിട്ടപ്പോഴത്തേക്ക് പിന്നെ ഓടി. അത് ഓടി ഈ വന്ന ആൾക്കാര്. അപ്പൊ അത് പിന്നീട് അറിയുന്നത് ഇവനായിരുന്നു അറിയാം. ഇവനും വേറെ 2 പേരും കൂടെ വന്നതെന്ന് അറിഞ്ഞില്ല. അല്ല, അവിടെ ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട്. എന്ത് മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞു. വൈഫിന്റെ അടുത്തേക്ക് വന്നത്, വൈഫ് ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഇവൻ ജയിലിൽ നിന്ന് വൈഫിന്റെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. നേരെയാണോ ഇനിയിപ്പോ എവിടെയും അവരുടെ വീട്ടിലേക്ക് പോയി തങ്ങിയിട്ടാണോ എന്നോ നമുക്കറിയില്ല. എന്തായാലും വൈഫിന്റെ ജയിലിൽ കിടന്നതിന് ശേഷം പിന്നീട് ഇറങ്ങി വരുന്ന അതേ സമയത്താണ്, ആ ദിവസമാണെന്ന് നമുക്കറിയില്ല. വൈഫിന്റെ അടുത്ത് വന്നിരുന്നു, ഹോസ്പിറ്റലിൽ വന്നെന്ന് പറഞ്ഞാൽ നേരിട്ട് അങ്ങോട്ട് വന്നല്ല. ബസ് ടൈമിൽ വന്നിട്ട് വേറെ ആരും ട്രീറ്റ്മെന്റിന് വരുന്നതായിട്ട് വരും. ഇവനാണെന്ന് അറിയില്ല. ആർക്കറിയില്ല? വൈഫിന് അറിയത്തില്ല. ഇവനാണോ? ഇത് ഫോൺ വിളിച്ചല്ലേ പറയണേ, ട്രീറ്റ്മെന്റിന് വരുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അടച്ചോ കൂട്ടിയോ എന്നൊക്കെ ചോദിക്കൊരു അങ്ങനെ വരുന്ന സമയത്ത് ഇവനതിന്റെ ഉണ്ടായിരുന്നു. എന്നിട്ട് അത് ഒരു നാടകം കളിച്ചാൽ എന്നിട്ട് അപ്പൊ അങ്ങനെ വന്നിപ്പം കണ്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒച്ചയും പൊള്ളോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഓടിയെന്നാ പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന ഓടി, എല്ലാരും ഓടി. ഓക്കെ, അതിനുശേഷം പിന്നീട് എന്താ വെച്ചാൽ ഒരു ദിവസം അത് അന്ന് അറിയത്തില്ല ആരാന്ന്.
വൈഫിനെ അറിയില്ല. പിന്നെ ഒരു ദിവസം നേരിട്ട് വൈഫിന്റെ അടുത്തേക്ക് വന്ന് നിന്ന് മറ്റേ അനസ്തേഷ്യ കൊടുത്ത് മയക്കിയതാണ്. അല്ലെങ്കിൽ എന്റെ ഭാര്യനെ കൊണ്ടുപോകാൻ. അത് മറ്റേ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഇപ്പൊ ജയിലിൽ കിടക്കുന്ന പെങ്കൊച്ചും നഴ്സും അതുപോലെ തന്നെ ജയിൽ വാർഡനായ ഒരാളും കൂടെ പറഞ്ഞു, ഇനി അവൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കൊല്ലും. അവിടെ നീ ഒരു കാര്യം ചെയ്യുക, ഈ അനസ്തേഷ്യ കൊടുത്ത് മയക്ക്, ഒരു ഉപ്പ് മേടിക്കണം. ആ ഉപ്പിന്റെ കഥ തന്നെ ചോദിച്ചു വരുന്നില്ല. ഇവൻ ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയില്ല, ഭാര്യയാണെന്ന് പറഞ്ഞിട്ട്. ഇതും വെച്ചിട്ടുള്ള അവൻ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് നിങ്ങളുകൊണ്ട് കേസ് കൊടുത്തിട്ട് നീതി കിട്ടുന്നില്ല. അത് തന്നെയല്ല, അത് കഴിഞ്ഞിട്ട് എന്റെ ഭാര്യയുടെ ഇങ്ങോട്ട് കല്യാണ ഫോട്ടോ ഇവരുടെ ഫോണിലുണ്ടായിരുന്നു വൈഫിന്റെ. ആ കല്യാണ ഫോട്ടോ തന്നെ ഏത് ഫോട്ടോയാണെന്ന് കൃത്യം എനിക്കറിയാം. ഒത്തിരി ഉണ്ട്. അതിന്റെ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് എന്നെയും കളഞ്ഞിട്ട് അവന്റെ ഫോട്ടോയും കെട്ടി വെച്ചിട്ട് കുറെ ഫോട്ടോസ് കാണിച്ചു. അത് വൈഫ് എനിക്ക് 2017 തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് മറ്റേ ഇതിന്റെ അപ്പം അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം തന്നു കഴിഞ്ഞപ്പോ ഞാൻ ഒറ്റനോട് തന്നെ അറിയാം, രണ്ട് സിന്നതയാണ്. അപ്പൊ ഇത് പറഞ്ഞപ്പം അത് പറയാ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്കൊക്കെ. അപ്പം കള്ളത്തരം പറഞ്ഞ് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നിവൃത്തിയില്ല വന്ന് ഇപ്പൊ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഈ സ്വത്ത് മുതലും, അതായത് ഈ ഹോസ്പിറ്റലിൽ വരുമാനം മുഴുവൻ കിട്ടില്ല. കാരണം അവൻ മറ്റേ അവിടുത്തെ ഒരു ആളാണെങ്കിലും വലിയ ആളൊന്നല്ല, ഒരു സാധാരണ തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കുറഞ്ഞ വലുതാണ്. അപ്പം അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആ രീതിക്ക് എല്ലാവരും, ഇതാണ് എന്റെ സത്യം. അതായത് യുദ്ധം വന്ന ശേഷം എല്ലാവരും കയറി പോയപ്പോൾ ഇവനാ ബേസിക്കല് ഇതെല്ലാം തട്ടിയെടുക്കാൻ വേണ്ടി കൊലപാതകത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? കൊലപാതകത്തിലേക്ക് വരുന്നത് ഈ പറഞ്ഞ ഇവൻ ഭാര്യ ആക്രമിക്കാനായിട്ട് വരുന്നു. തീർച്ചയായും അത് എപ്പോഴും ഉള്ളതാണ്. പക്ഷെ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അതിന് മുമ്പ് ഒരു കല്യാണം കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെച്ചു. സർട്ടിഫിക്കറ്റിനെ ജയിൽ വന്നു ഈ ഹനാൻ മറ്റേ പെൺകുച്ചൊക്കെ പറഞ്ഞിട്ടാണ് ഇനി വരുമ്പോ ഇനി ഒരു കാര്യം, ഇത് കളർ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോലും ഇതിന് അസാധുവാണെങ്കിൽ കൊണ്ട് ഡൈവേഴ്സ് പെറ്റീഷൻ കൊടുക്കണം. അതല്ല സാധാരണ അവിടെ നമുക്കൊരു പേപ്പർ അസാധുവാണ്, അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അന്നേരം ഇതിനടിക്കുന്നില്ല. ഇവനങ്ങോട്ട് എല്ലുമില്ല വരുമില്ല. അപ്പൊ അവിടെ ഇതില്ല. അപ്പൊ ലാസ്റ്റ് ജയിൽ വാർഡനും ഹനാനെന്ന് പറഞ്ഞാൽ പെൺകുച്ച് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പറഞ്ഞു, ഇനി വരുമ്പോൾ നിന്നെ കൊല്ലും, അവിടെ നീ ഒരു കാര്യം ചെയ്യാം ഇന്നോലെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ, അതായത് അനുസരിച്ച് കൊടുക്കാൻ നീ എന്തെങ്കിലും അവൻ വരുന്ന ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് നിന്റെ അടുത്ത് വരുന്ന നമുക്ക് രോഹിത്തോട് ഇതിന് അനുസരിച്ച് കൊടുത്ത് മയക്കുക. മനസ്സിലായി. അനുസരിച്ച് കൊടുത്ത് ഒരു നാടകം കളിക്കുക. നാടകം കളിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി, അല്ല അവൻ വരും, അവിടെ വരുവാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരുവാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ലോകത്തോട് കൂടി നിന്നിട്ട് അനുസരിച്ച് കൊടുത്ത് മയക്കുക. മയക്കിയതിനു ശേഷം ഈ മറ്റേ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, മാരേജ് സർട്ടിഫിക്കറ്റ്, അതിന്റെ മറ്റേ അത് ഒപ്പിടാലോ, ഇതിന്റെ ഒരു ഒപ്പ് കിട്ടിയാൽ മതി. അപ്പൊ അവന് ജയിൽ പാഠം പറഞ്ഞു കൊടുത്തേക്കുന്നത്, നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ അനുസരിച്ച് കൊടുത്ത് മയക്കിയതിനു ശേഷം എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ വണ്ടി കൊണ്ട് വന്നിട്ട് പിന്നെ ബലമായിട്ടോ അല്ലാതെ ആയിട്ടോ ഞാൻ ഉപ്പ് മേടിച്ച് തന്നേക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. പല സമയത്തും ഒരു ജയിൽ പാഠം ഒരു സ്ഥലത്തൊക്കെ എല്ലാം കിട്ടുന്ന വരാതെയൊക്കെ ആയിട്ട്. അപ്പൊ അയാൾക്ക് മനസ്സിലായി വൈഫിനെ ചേറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞ ശേഷമാണ് അതിനനുസരിച്ചാണ് ഇത് അനുസരിച്ച് കൊടുത്തു. അത് തീർച്ചയായിട്ടും അതൊരു ഒപ്പ് മേടിക്കാൻ വേണ്ടി മാത്രം കൊടുത്തു. എനിക്ക് തോന്നുന്നു അവൻ ഇങ്ങനെ വന്നു കാണും, ആക്രമിക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് ലോഹ്യത്തില് നിന്നു. തീർച്ചയായിട്ടും ലോഹ്യത്തിൽ നിന്നിട്ട് അനസ്തേഷ്യ കൊടുത്തു. ആദ്യം ഒന്ന് കൊടുത്തപ്പോൾ മയങ്ങിയില്ല, രണ്ടാമത് ഒന്നത് കൊടുത്തപ്പോൾ സൈഡ് എഫക്റ്റ് വന്നിട്ട് ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നു. വെട്ടിയില്ല. അതിന് പിന്നീടുള്ള കേസാണ് അത് വൈഫ് എന്നിട്ടേക്കും മറ്റേ 2 പുറകോളിയൊക്കെ എടുത്ത് എന്നിട്ടേ, കാരണം കൊല്ലാൻ വേണ്ടിയല്ല, കൊന്നു കഴിഞ്ഞാൽ പിന്നെ വൈഫിന് നാട്ടിലേക്ക് തിരിച്ചു നടക്കില്ല. അങ്ങനെയാണെങ്കിൽ പണ്ടേ ചെയ്യാൻ പറ്റില്ല. അപ്പൊ കുഞ്ഞിനെയും നമ്മളെ കൊടുത്ത് ഇത്ര പണമൊക്കെ ഉള്ളതിന്റെ പേരിൽ സഹിച്ചും പിടിച്ചും കേസ് കൊടുത്ത് കാരണം വൈഫിനെ സപ്പോർട്ട്. അല്ല അതും ചെയ്യാൻ കിടക്കുന്നു അവിടെ കൊടുത്തപ്പോ മയങ്ങി കിടക്കുന്നു. ആള് ഓൾറെഡി മയങ്ങല്ല, ആദ്യം കൊടുത്ത് മയങ്ങിട്ട് രണ്ടാമത് കൊടുത്ത് മയങ്ങി. അപ്പൊ ശ്വാസം മുട്ടുണ്ടായി. അപ്പൊ ശ്വാസം മുട്ടി സൈഡ് എഫക്റ്റ് വന്നിട്ട് ശ്വാസം മുട്ടി മരിച്ചതാണ്. പുള്ളി ശ്വാസം മുട്ടി മരിച്ചു. തീർച്ചയായിട്ടും. പിന്നെ വെട്ടിക്കൊന്നു പറഞ്ഞാൽ എന്തിനാണ്? വെട്ടിക്കൊന്നു പറഞ്ഞാൽ അതിന് ശേഷം കൊണ്ടാൻ സൗകര്യത്തിനൊക്കെ ആയിട്ട് തയ്ക്കാൻ വേണ്ടി അറിഞ്ഞത്. ഭാര്യ എന്താ പറഞ്ഞത്? ഭാര്യ പറഞ്ഞേക്കുന്ന ഇങ്ങനെ ശേഷം 2 ദിവസമൊക്കെ അവർക്ക് അതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞു. കാരണം ഈ ഒരാള് കൊല്ലാൻ വേണ്ടി അല്ലോ ചെയ്തേ. അതെ അതെ. അപ്പൊ അനുസരിച്ച് കൊടുക്കുമ്പോൾ ഒരു ഒപ്പ് മേടിക്കാൻ വേണ്ടി ചെയ്തത്. അതെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അത് ഇവര് പറഞ്ഞു കൊടുത്തിട്ടതാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ അവരത് ഇതിനകത്ത് സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫ് അങ്ങ് പേടിച്ചു പോയി. പിന്നെ രക്ഷപ്പെടണമല്ലോ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ അതിൽ നിന്നുള്ള പെട്ടെന്നുള്ള പിരിമുറുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മോചനം നേടാൻ വേണ്ടി 2 ഉറക്കൊള്ളി എടുത്ത് പോയി. അവൾ അവിടെ 2 ദിവസം കിടന്നു. അവിടെ 2 ദിവസം കിടന്നു. ആ 2 ദിവസം കൂടെയല്ല, അവളുടെ മുമ്പിൽ എവിടെയെങ്കിലും കിടന്നു. കൂടെയാണെന്ന് എനിക്കറിയില്ല. അവിടെ കിടന്നു. അങ്ങനെ ഹനാൻ പറഞ്ഞ പെമ്മച്ചിനെ പേര് കളിച്ചു. ഹനാൻ എന്ന് പറഞ്ഞ പെമ്മച്ച് നോക്കുമ്പോഴത്തേക്കും ആള് പോയി. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന ഹനാൻ എന്ന് പറഞ്ഞ പെമ്മച്ചാണെന്നാണ് ഈ വെട്ടി അറിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അപ്പം അതിന്റെ അകത്ത് എത്രത്തോളം ഭാര്യയുടെ അഭിപ്രായം എന്താണ്? എന്താണ് അവര് പറയുന്നത് ആ ഒരു സമയത്ത്?
എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഇതിപ്പം അന്നേരം എന്ന് പറഞ്ഞാൽ ഇതിനെ കൊല്ലുന്നുള്ള ഉറപ്പും വൈഫിനെ കൊല്ലുന്നുള്ള ഉറപ്പല്ലേ, അതുകൊണ്ട് ചെയ്തു പോയി. തീർച്ചയായിട്ടും അതൊരു ഉപ്പ് മേടിക്കാൻ വേണ്ടി അനസ്തേഷ്യ കൊടുത്തു, പക്ഷെ ശ്വാസം മുട്ടി മരിച്ചു. തീർച്ചയായിട്ടും പിന്നെ വെട്ടിക്കൊന്നു പറഞ്ഞു 150 പീസാക്കിയെന്ന് പറഞ്ഞാൽ എന്താണ്? 150 പീസ് എന്തായാലും അവിടെ 150 പീസ് ഇല്ലെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ പോലീസുകാർ തന്നെ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട് രേഖ, ഫോട്ടോ ഇട്ട് തന്നു. തീർച്ചയായിട്ടും. അതൊക്കെ നമ്മള് വെള്ളത്തിലൊന്നും പോകണ്ട, ഞാൻ അതിലൊന്നും അതല്ല ഈ ആളുകൾ പറയുന്നത്. ആളുകൾ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. കാരണം വെച്ചാൽ ഞാൻ ഇതിന്റെ അകത്ത് എത്രത്തോളം ഒരു ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട്. പക്ഷെ അതിനെപ്പറ്റി ഒന്നും ആരും ചോദിക്കാനോ പറയാനോ എന്റെ അടുത്തേക്ക് ആരും. സത്യത്തില് ഇതാ സംഭവം എന്താന്ന് വെച്ചാല്, അപ്പോ സത്യത്തില് ഇതാണ് സംഭവം. അതായത് ഒരിക്കലും നിമിഷപ്രിയ ഈ മരണപ്പെട്ട ആളുമായി യാതൊരു ബന്ധവുമില്ല. അവരുടെ ഭർത്താവല്ല, കാമുകനല്ല, ഒരു സംഭവമില്ല. ബിസിനസ് പാർട്ണർ ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ നിന്നുകൊണ്ട് തന്നെ ബിസിനസ്സിലെ പ്രശ്നങ്ങൾ കാരണം കേട്ടല്ലോ, ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലേണ്ടി വന്നു എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. മറ്റേ ഏതാണ് കൊടുത്തത്? അനസ്തേഷ്യ കൊടുത്തു, മരണപ്പെട്ടു. അതിനുശേഷം ഈ വെട്ടിഞ്ഞുറുക്കി എന്നുള്ളത് അതെന്താണെന്ന് അറിയില്ല അല്ലേ? അതാണ് സംഭവം. ഒരു ക്രൂരതയാണ് നമ്മളെല്ലാവരും എടുത്ത് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത് കാമുകനായിരുന്നു, പണത്തിനു വേണ്ടി ആ കാമുകനെ വെട്ടിഞ്ഞുറുക്കി കൊന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അനസ്തേഷ്യ കൊടുത്തുള്ള മരണമാണ്. അതിനുശേഷം രക്ഷപ്പെടാൻ വേണ്ടി വെട്ടിക്കാണുമായിരിക്കും അല്ലേ? അല്ല, അനസ്തേഷ്യ കൊടുത്ത് മരിച്ചു കഴിഞ്ഞാൽ ആളെ പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി വെട്ടേണ്ട കാര്യമില്ല, ആള് മരിച്ചു പോയി. അല്ല, ഇവർക്ക് സേഫ് ആവണ്ടേ? തീർച്ചയായിട്ടും. അതിന്റെ പേരിൽ മറ്റേ ഹനാൻ എന്ന് പറഞ്ഞ പെങ്കൊച്ചി ഇപ്പോൾ ഓൾറെഡി ജയിലാണ്. അവർക്കൊക്കെ അതിന്റെ അകത്ത് പങ്കുണ്ട്. അവരെന്നോട് ചേർന്നാണ് ഇതിനെ വേണ്ടി മറവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. തീർച്ചയായിട്ടും. വൈഫ് എന്തായാലും ഓൾറെഡി 2 ദിവസം ബോധമില്ലാതെ കിടക്കുമായിരുന്നു. പിന്നെ എങ്ങനെയാണ് പോലീസ് പിടിക്കപ്പെട്ടത്? ഇത്രയൊക്കെ ചെയ്തിട്ടും പോലീസ് പിടിക്കപ്പെടുന്ന 3-ാം ദിവസം തന്നെയാണ് ഹനാൻ പറഞ്ഞ പിടിക്കപ്പെട്ടു. ഇവിടെ ഒരു വാർത്തയില്ല. വൈഫിനെ 30-ാം ദിവസം പിടിച്ചു. വൈഫ് വേറെ ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്തിരുന്നു. തീർച്ചയായിട്ടും. ഈ സംഭവം ഈ ബോഡി എവിടെ ഒളിപ്പിച്ചത്? അത് അവര് എനിക്ക് കൃത്യറിയില്ല, പറഞ്ഞു കേട്ടേക്കുന്നല്ലേ. വാട്ടർ ടാങ്കിലാന്ന് പറഞ്ഞു, എന്റെ വേസ്റ്റ് വാട്ടർ ടാങ്ക് ഉണ്ട് മുകളിൽ തന്നെ, അവിടെ തന്നെ ഒളിപ്പിച്ചു. അവിടെ ഇവര് വൈഫ് പോയി വേറെ ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്തു. ഈ കൊലപാതകം കഴിഞ്ഞ് 30 ദിവസം ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. 30 ദിവസം ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെ കുറച്ച് ദിവസം ഇതിന് ജോലി അന്വേഷിച്ച് നടന്നിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ 30 ദിവസം കൊണ്ട് പിടിക്കപ്പെടുന്നു. അതെ, ആ പിടിക്കുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിട്ടായിരുന്നു സംസാരിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളെന്നാണെന്ന് പറഞ്ഞു. എന്നോട് തുറന്നു പറഞ്ഞില്ല? തീർച്ചയായിട്ടും പറഞ്ഞിരുന്നു. കാരണം അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കുന്നത് എന്നോടല്ലോ, മാധ്യമങ്ങളോടും അല്ലെങ്കിൽ നാട്ടുകാരോടും അല്ലല്ലോ, എന്നോടാണ് എല്ലാം പറഞ്ഞേക്കണേ. എനിക്കറിയാവുന്നത് പൈസ മുടക്കിയത്, ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചത്, ഞങ്ങൾ എങ്ങനെ ജീവിക്കാൻ വേണ്ടി ആരോടൊക്കെ പൈസ മേടിച്ചു, എന്തോരം മേടിച്ചു, എന്തിനു വേണ്ടി, എല്ലാം നമുക്കറിയാം. പക്ഷെ ഇന്ന് വരെ ഒരു പൈസയും കൊണ്ട് കിട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ കൂടാതെ തന്നെ വൈഫിനെ നാട്ടിലേക്ക് വിടാതിരിക്കാൻ വേണ്ടി പാസ്പോർട്ട് അടക്കം അവർ ഇവൻ പിടിച്ചു മേടിച്ചു. കാരണം ചോദിച്ചാൽ പാസ്പോർട്ട് ഒരു കാരണവശാലും പിടിച്ചു വെക്കാൻ പാടില്ല. കാരണം ഞങ്ങൾ ഹോസ്റ്റലിലാണ്, ഞങ്ങളുടെ ഹോസ്റ്റലിൽ ജോലി ചെയ്യുമ്പോൾ ആരെയും പാസ്പോർട്ട് പിടിച്ചു വെക്കാൻ സ്പോൺസർ മാത്രമാണ്. വേറൊരു കാര്യം കൂടിയുണ്ട്, ഞാൻ ചോദിക്കുകയാണ്. ഈ കൊലപാതകം നടന്നതിന് ശേഷം 30 ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ, ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലേ? പാസ്പോർട്ട് ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയത്തില്ല. പുള്ളി പിടിച്ചു വെച്ചിരുന്നായിരുന്നു. തീർച്ചയായിട്ടും. അത് ഇവിടുത്തെ ഫസ്റ്റ് ന്യൂസിൽ ന്യൂസിൽ വന്നപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി. പാസ്പോർട്ട് തിരിച്ചു കിട്ടും ഇപ്പൊ നിലവിൽ? അതിനുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്തോളും. ഓക്കെ, കേസിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണ്? കേസിന്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഓൾറെഡി ഞങ്ങൾക്ക് 2018 മുതൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ വിളിക്കുകയും പറയുകയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വിളിക്കുകയും പറയല എങ്ങനെ നടക്കുന്നത്? ജയിലല്ലേ പുള്ളിക്കാരൻ? അല്ല, കുഴപ്പമില്ല, എല്ലാവർക്കും ഫോൺ കൊടുക്കാറുണ്ട്. എല്ലാവരും വിളിക്കാനുള്ള. ചേട്ടൻ വിളിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ആഴ്ച ഒരു ദിവസം? ആഴ്ചയിലല്ല, ആഴ്ച 2-3 ഒക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ 2. അവിടുത്തെ ജയിൽ അങ്ങനത്തെ സൗകര്യം ഉണ്ടല്ലേ? ഞങ്ങൾ മെസ്സേജ് അയക്കുന്നത് വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായി കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ചോദിക്കും. കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. അവിടുത്തെ കാര്യങ്ങൾ എന്തായി നമ്മൾ ചോദിക്കും. മറ്റേ ഫുഡിന്റെ കാര്യം ചോദിക്കും, ജോലിയുടെ കാര്യം ചോദിക്കും. ഇന്നും ഈ ജയിലായതിനു ശേഷം ഇന്നും അവിടെയുള്ള ജയിലിലെ പെണ്ണുങ്ങളായുള്ള തടവുകാരുടെ എല്ലാം മറ്റേ ട്രീറ്റ്മെന്റ് എന്റെ പൈസ. അങ്ങനെ ജോലി ഉണ്ടല്ലോ? തീർച്ചയായിട്ടും. പൈസ ഒന്നും കിട്ടില്ല. ഇവിടുന്ന് ജോലി ചെയ്യാം, തീർച്ചയായിട്ടും ഫോൺ വിളിക്കാം അല്ലെ? അങ്ങനെയൊക്കെയുള്ള സൗകര്യമുണ്ട്. നമ്മുടെ ജയിലിൽ പോലെ ഒന്നും അല്ല കേട്ടോ. അവിടെ ആകുമ്പോൾ ഇതേപോലെ വീഡിയോ കോളൊക്കെ വിളിക്കാം. പൈസ ഒന്നും കിട്ടില്ല. നിലവിലെ സുഖമായിരിക്കുന്നു, പറയാൻ കുഴപ്പമില്ല. ടയർഡാണ്. പിന്നെ ഓൾറെഡി അവിടെ ജയിലിനുള്ളിൽ വേറെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാവർക്കും സത്യാവസ്ഥ മനസ്സിലായി, എന്തിനു വേണ്ടി കൊല്ലേണ്ടി വന്നു എന്ന് മനസ്സിലായി. തീർച്ചയായിട്ടും എല്ലാ ജയിലിന്റെ അധികൃതർ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെയും എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു. പക്ഷേ അവിടുത്തെ കോടതിയുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കൊലയ്ക്ക് കൊല എന്നുള്ളതാണല്ലോ. തീർച്ചയായിട്ടും. അത് വധശിക്ഷ എന്നാ നടപ്പാക്കേണ്ടത് പോലെ പറഞ്ഞിട്ടുണ്ടോ?
ഇല്ല, അതിനെപ്പറ്റി അങ്ങനെ പറ്റില്ല. ഓൾറെഡി ശിക്ഷ വിധിച്ചേക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും എല്ലാവരും ഇത് ഇടപെട്ടിട്ട് നമ്മുടെ ഇന്റർനാഷണൽ ആക്ഷൻ സംഘടനയ്ക്ക് സജീവമായിട്ട് ഇടപെടുന്നുണ്ട്. നല്ല പ്രവർത്തനമാണോ അവരുടെ? തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനമാണ് നമ്മളെ ഞങ്ങൾ അറിഞ്ഞത്. ഏകദേശം 1.5 കോടി രൂപ കൊടുത്താൽ വെറുതെ വിടുമെന്നാണ്. അങ്ങനെ വല്ല പൈസ കൊടുക്കേണ്ടി വരും? പൈസ കൊടുക്കേണ്ടി വരും. കാരണം അവിടുത്തെ റൂൾസ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അതായത് ബ്ലഡ് മണി കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോ ഇതിനകത്ത് ഇത്രേ ഉള്ളൂ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതായത് ഈ യമനിലെ മറ്റുള്ള രാജ്യം കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ ആൾക്കാരുടെ രീതികളൊക്കെ ഓരോ വ്യത്യസ്തമാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതെന്ത് അറിഞ്ഞാണോ അറിയാതെയാണോ വിഷയമില്ല, ഒരാളുടെ ജീവിതം കഴിഞ്ഞ് തിരിച്ചു വരെ കൊണ്ടുവരണം. അങ്ങനെ ഒരു സംഭവം തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഈ ബ്ലഡ് മണിയിൽ ആരെങ്കിലും മാപ്പ് തരാനുള്ളത്? അവരുടെ വീട്ടുകാർ തന്നാൽ മതി. വീട്ടുകാർ തന്നു കഴിഞ്ഞാൽ വീട്ടുകാർ തന്നെന്ന് പറഞ്ഞു, ഒരാൾ കൂടി ഉള്ളെന്ന് പറയുന്നു. അതിന്റെ പൂർണ്ണത വരട്ടെ. പൂർണ്ണത വന്നിട്ടില്ല. പൂർണ്ണത ഒക്കെ നമ്മളും എല്ലാം കേന്ദ്ര ഗവൺമെന്റിനെ ഏൽപ്പിച്ചിരിക്കുന്നതല്ലേ. കേന്ദ്ര ഗവൺമെന്റാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വൈഫിന്റെ നിമിഷപ്രിയയുടെ എല്ലാ കാര്യത്തിനും അവരാണ് ഇതിനകത്ത് സജീവമായിട്ട് നമ്മളൊക്കെ. നിലവില് ഈ ഒരു ഞങ്ങൾ അറിഞ്ഞ എന്താ സംഭവം എന്ന് വെച്ചാല്, അവർ ഫാമിലിയിൽ 5 പേരെ കണ്ടുണ്ട്. 5 പേരിൽ 4 പേരും മാപ്പ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ബ്ലഡ് മണി കിട്ടിയാൽ മതി. ഒരാൾ മാത്രം ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. വാസ്തവമാണോ? അല്ല, അതിനകത്ത് ചെറുതായിട്ട് അങ്ങനെ ഫസ്റ്റ് ടൈമിലാണ്ട് പറഞ്ഞു കേട്ടു. പിന്നീട് ബാക്കിയുമായിട്ടുള്ള കാര്യങ്ങൾ എവിടെ വരെ എത്തിയെന്നുള്ളത് നമുക്കറിയത്തില്ല. എന്തായാലും ഇതിനകത്ത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ്, അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ സഹമന്ത്രി ശ്രീ മുരളീധരൻ സാറ് തീർച്ചയായിട്ടും 100% ഞങ്ങൾ നേരിട്ട് പോയി തിരുവനന്തപുരത്ത് പോയി കണ്ടതൊക്കെയാണ്. അതുപോലെ ഉമ്മൻചാണ്ടി സാറാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചത്. തീർച്ചയായിട്ടും ഞങ്ങൾ അവരുടെ നെച്ചിടക്കിന് വരുമ്പോൾ ഞാനും എൻ്റെ അമ്മയും കുഞ്ഞും കൂടെ കൂടിയിട്ട് പോയി വീട്ടൊക്കെ വെച്ച് മുരളീധരന്റെ സഹായം താങ്കൾ കിട്ടിയിട്ടുണ്ട്. അതുവഴി ഇപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അതാണ്. ഒന്നും ആയിട്ടില്ല. സത്യത്തിൽ അതാ സംഭവം. അല്ലാതെ നമ്മൾ അറിഞ്ഞതുപോലെ അറിഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിമിഷപ്രിയ, കാമുകൻ വെട്ടിക്കൊല്ലുന്നു, പണത്തിന് വേണ്ടി ചെയ്യുന്നു, ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞത്. രണ്ടാമത്തെ കാര്യം, അവരുടെ ഫാമിലി 5 പേരുണ്ട്. 4 പേര് മാപ്പ് കൊടുത്തു. 1.5 കോടി രൂപ കൊടുത്താൽ അല്ലെങ്കിൽ ഒരാൾ കൂടി മാപ്പ് കൊടുത്താൽ നിമിഷപ്രിയയെ വെറുതെ വിടും എന്നുള്ള കാരണങ്ങളൊക്കെയാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷെ അതൊന്നുമല്ല യാഥാർത്ഥ്യം. ഇദ്ദേഹം ഭർത്താവായ ഇദ്ദേഹത്തിനെക്കാട്ടി കൂടുതൽ നമുക്കറിയാൻ കഴിയില്ലല്ലോ. അല്ല, ഇതിന്റെ അകത്ത് ഞാൻ പറഞ്ഞ വേറെ ഉണ്ട്. ഇതിന്റെ അകത്ത് ഒന്നും ആയില്ലെന്നല്ല, ഇതിനകത്ത് ഫൈനൽ റിസൾട്ടിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ. കുറെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അവിടെ. ഇത് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് നടത്തുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു പരിപൂർണത കിട്ടാത്തതുകൊണ്ടായിരിക്കും 100% വരാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. അതിന്റെ ഒരു വെയിറ്റിംഗിലായിരിക്കാം കേന്ദ്ര ഗവൺമെന്റ് ഇരിക്കുന്നത്. ഞങ്ങളോടൊന്നും കൊണ്ടും പേടിക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ സാറ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും സത്യാവസ്ഥ ഇതൊക്കെയാണ്. നമ്മൾ കേട്ടതോ കണ്ടതോ ഒന്നും അല്ല, ഭർത്താവ് തന്നെയാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു തിരിച്ചു നാട്ടിലേക്ക് വരട്ടെ എന്ന്. കാര്യം കയ്യബദ്ധം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ചെയ്തു പോയൊരു കൊലപാതകം, കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി ചെയ്തു പോയൊരു, ജീവൻ നിലനിർത്താൻ വേണ്ടി ചെയ്തു പോയൊരു കൊലപാതകമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും. അപ്പൊ എന്തായാലും നിമിഷപ്രിയ തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഞാൻ ആദ്യം മുതലേ മാധ്യമങ്ങളിൽ 2017 മുതൽ കേൾക്കണമെന്ന്. അതായത് നമുക്ക് അറിയാവുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയാവുന്ന രീതിക്കാണ് ഇപ്പം വരുന്നത്. എല്ലാ മാധ്യമങ്ങളിലും അങ്ങനെയാണ്. ഞാൻ 1-2 പേരോടൊക്കെ അങ്ങനെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എങ്കിൽ പോലും പാർട്ട്ണർ സ്പോൺസർ അത് ആരാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ പോയി അന്വേഷിക്കുക, പിടിക്കുകയോ ചെയ്യുക. ഇവിടെ അവിടെ ഒരു എംബസി ഇല്ല, അല്ല എംബസി പോലും അവിടെ ഇല്ല, ഗവൺമെന്റ് ഇല്ല. അങ്ങനെ ഒരു സ്ഥലമാണ്. തന്നെയല്ല, ഒരു ചാനലുകാരും അവിടെ ഇല്ല. ഇവരെങ്ങനെ അന്ന് പോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യകൂടെ അറിയണമെങ്കിൽ പ്രാദേശികമായി കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് അങ്ങനെ സംസാരിച്ചെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ചില ബന്ധങ്ങളൊക്കെ ഇല്ലാന്നൊക്കെ ആയിട്ടുണ്ട്. അയ്യോട്ട് വാർത്തയുടെ ഗുണമെന്നെ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ ചില സഹായങ്ങളോ അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളൊക്കെ കുറെ കുറഞ്ഞു പോകും. അത്ര ഒരു കാര്യമൊക്കെ ഇതിലൂടെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനും സമൂഹത്തിൽ മാന്യമായിട്ട് തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ്. എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങളൊക്കെ സ്നേഹവും അല്ലെങ്കിൽ പ്രവൃത്തിയും വാക്കുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിങ്ങനെ തട്ടിമുട്ടി ജീവൻ നിലനിർത്തിക്കൊണ്ട് എനിക്കൊരു കുഞ്ഞൊരു കൊച്ചുണ്ട്. ആ കുഞ്ഞിന് അമ്മയുടെ സ്നേഹവും അമ്മയുടെ പലോട്ടുള്ള ചൂടോ കിട്ടാതെ വളർന്നൊരു കൊച്ചുണ്ട്. ആ കുഞ്ഞിനെ എന്നെ കൊണ്ടാവുന്നതിന്റെ പൊന്നുപോലെ ഞങ്ങളൊരു കുഞ്ഞു റൂമിലാണ് ഒരു വാടകയ്ക്ക് നമ്മൾ താമസിക്കുന്നത്. പക്ഷേ മാധ്യമങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരിതൊന്നും അറിയുന്നില്ല, ഞാൻ ഇതാരും അറിയുന്നില്ല, ആരും അറിയില്ല. എനിക്കിതിപ്പോൾ എല്ലാവരോടും പോയി പറഞ്ഞു, നമ്മൾ പറയേണ്ടവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചാനലിലേക്ക് പ്രത്യേകിച്ച് ഞാൻ ഇന്നവരെ വരാത്തതിന്റെ കാരണവും ഞാൻ ഇത് തന്നെയാണ്. കാരണം വെച്ചാൽ നമുക്ക് എൻ്റെ ഭാര്യ എത്രയും പെട്ടെന്ന് ചെയ്ത തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും എത്രത്തോളം ഉണ്ട് എല്ലാം തിരിച്ച് നല്ല രീതിക്കുള്ള ഒരു ഇതും, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് എന്താണ് കാരണം, എന്ത് കാരണം കൊണ്ടൊരു തിയറിയും കൂടെ ഇതിനകത്തുണ്ട്. അത് യമനിൽ അത് നടക്കില്ല. നമ്മളൊരു തെറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ ഒരു ജീവൻ പോകണമെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാരണം ഉണ്ടാവും. ചോദിക്കുമ്പോൾ നമുക്ക് ചുറ്റി ചോദിക്കാണ്ട്. ഞങ്ങളുടെ ഒരു ഹോസ്പിറ്റലാണ് അതിൻ്റെ എൻ്റെ ഒരു ഭാര്യയുടെ ഞങ്ങൾ കല്യാണ ഫോട്ടോനെ കൊണ്ട് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരു കള്ള
മറ്റേതൊക്കെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുക, കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, ഞങ്ങളുടെ പണം മുഴുവൻ തട്ടിയെടുത്ത് പോവുക, ഞങ്ങളുടെ വണ്ടി കൊണ്ട് വിൽക്കുക, തല്ലുക, ഉപദ്രവിക്കുക, ഇതിനൊക്കെ ആരും എന്താണ് ഇഷ്ടം പറയുന്നത്. അപ്പൊ ഒരുപാട് മാനസികവും ശാരീരികമായിട്ട് അവളുമായിട്ട് ഭാര്യ ബുദ്ധിമുട്ട്. ഇന്നും അവിടെ എത്രയും പേരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കാരണം തന്നെ മെയിനായിട്ട് ജയിലിൽ കിടക്കുന്നവർക്ക് വന്ന ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന്റെ കാരണം തന്നെ ദൈവം ഇത് മൂടിന് കാണുന്നുണ്ട്, അതിന്റെ പുണ്യപ്രവൃത്തിയായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്, വിളിക്കാറുണ്ട്, വീഡിയോ കോൾ ചെയ്യാറുണ്ട്. ഞങ്ങൾ എന്ന് ചെയ്യുന്നുണ്ട് അന്ന് മുതൽ ഇന്നുവരെ. ഇതൊക്കെയാണ് ശരിക്കുള്ള ഇതിനകത്ത് സംഭവ കാര്യങ്ങൾ. പിന്നെ മാനസികവും ശാരീരികവും സാമ്പത്തികമായിട്ട് തകർന്ന് നമ്മൾ ജീവിക്കാൻ 8 വർഷം കഴിഞ്ഞിട്ട് 9ാമത്തെ വർഷമാണ്. നമുക്കിപ്പം ആരും ഒന്നും ഒരു നീതിയും ലഭിച്ചിട്ടില്ല. ഇന്നല്ല നാളെയും. അതുകൊണ്ട് വളരെ അസ്വസ്ഥയും നമ്മുടെ ശരീരത്തും മനസ്സിനും ഒക്കെ ഉണ്ട്. കാരണം വെച്ചാൽ പണം വാങ്ങിയിട്ട് പണം കൊടുക്കാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അങ്ങോട്ട് കൊള്ളാം. അപ്പം വിശ്വസിച്ച് തന്ന പണം നമുക്ക് ഇന്ന് വരെ എത്ര വർഷമായിട്ട് കൊടുക്കാൻ പറ്റാതെ ഇരിക്കുന്നൊരു അത് ഒത്തിരി എനിക്ക് വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ചെറിയൊരു ഓട്ടർഷിപ്പ് കൊടുത്തിട്ട് തട്ടിമുട്ടി ജീവൻ അങ്ങനെ നടത്തിയാണ് പോകുന്നുണ്ട്. ഓക്കേടാ, എല്ലാം ശരിയാവും. വളരെ നന്ദി പ്രതികരിച്ചു. തീർച്ചയായിട്ടും. ന്യൂസ് കേരളം ടുഡേ, നന്മയ്ക്കായി ഒരു വിരൽ സ്പർശത്തിന്റെ കയ്യൊപ്പ്.